ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒത്തിരി ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായിപ്പോയി. തിരക്കും അതുപോലെ വീട്ടിലെ തിരക്കൊക്കെ കുറച്ച് വീഡിയോ ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ തന്നെയാണ് ഇടുന്നത്. അതെന്ന് പറയാനായിട്ട് എംകഫേ എന്ന് പറഞ്ഞിട്ടൊരു ബാത്ത് എസെൻഷ്യലിൻ്റെ ഒരു വീഡിയോ കേട്ടോ. ബാത്ത് എസെൻഷ്യൽ പ്രോഡക്റ്റ്സാണ് ഇതിൽ കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ളത്. നമുക്കതിൻ്റെ മിനി പാക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒത്തിരി നാളെ ഞാനിതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ ആദ്യം വാങ്ങിച്ചത് ബോഡി ലോഷനാണ്. ബോഡി ലോഷൻ ചെറിയൊരു പാക്കാണ് വാങ്ങിച്ചത്. അത് നല്ല കോഫി കഫിനേറ്റഡ് സ്മെല്ലാണ്. ഇതിൻ്റെ എല്ലാ പ്രോഡക്ട്സിനും സെയിം സ്മെല്ലാണ്. അതാണ് എൻ്റെ പ്രശ്നം. ഇതിനെല്ലാം എംകഫേ എന്ന് പറയുന്ന എല്ലാവരെയും കഫിനേറ്റഡ് സ്മെല്ലായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് അതെൻ്റെ ചടപടി ഒരു കോഫി അഡിക്റ്റഡ് പേഴ്സണും കൂടെ ആയിരുന്നു. കോഫി ലോഷൻ തീർന്നു. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ കയ്യിലുള്ളത് ഒരു ബോഡി സ്ക്രബാണ്. ഞാനത് ഒത്തിരി നാളായിട്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ബോഡി സ്ക്രബ് ഇടാറുണ്ട്. എന്താ പറയുക, നന്നായിട്ട് നല്ല ഒരു ബോഡി സ്മെല്ല്, നമുക്ക് വയർപ്പ് സ്മെല്ല് കാണും. കൂടുതൽ ഞാനത് യൂസ് ചെയ്യാൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് പോകത്തില്ല. അപ്പോൾ നല്ല സ്മെല്ല്, ഗ്ലൗസിൻ്റെയൊക്കെ സ്മെല്ല് എത്ര വാഷ് ചെയ്താലും നമുക്ക് സ്മെല്ലുണ്ടാവും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഹാൻഡ് ക്രീമോ അതേപോലെ തന്നെ ബോഡി വാഷോ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എംകഫേൻ്റെ ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ് ബോഡി ലോഷൻ, ബോഡി സ്ക്രബ്, ബോഡി ബട്ടർ. ഇതിൻ്റെ 3 വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. അതായത് ബോഡി സ്ക്രബ് ഉണ്ട്, ബോഡി ലോഷൻ ഉണ്ട്, അതേപോലെ ബോഡി ബട്ടർ ഉണ്ട്. ബോഡി ലോഷൻ എൻ്റെ പെട്ടെന്ന് തീർന്നു. ഞാൻ ചെറിയ പാക്കാണ് വാങ്ങിയത്. അതിപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. പക്ഷേ അതിൻ്റെ ബോഡി സ്ക്രബും ബോഡി ബട്ടർ എൻ്റെ കയ്യിലുണ്ട്. ഇച്ചിരി ലാർജ് ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. ഇതാണ് ബോഡി സ്ക്രബ് എംകഫേൻ്റെ. ശരിക്കും കോഫി പൗഡർ പോലെ തന്നെയാണ്. അത് ആക്ച്വലി തീരാറായി, കുറച്ചുള്ളൂ. ശരിക്കും കോഫി പൗഡർ എടുത്തു വെച്ചേക്കുന്ന പോലെ തന്നെ. ഇതാണ് ഒന്ന്. ഞാൻ എന്തെങ്കിലും ഫങ്ഷന് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാണ് കോഫി സ്ക്രബ്. ബോഡി ബട്ടർ ഓൾമോസ്റ്റ് ഒരു ബോക്സ് തീർന്നു. ഇതിൻ്റെ സ്മെല്ലാണ് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആവും. കോഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതിൻ്റെ കോഫിയുടെ സ്മെല്ല് കേട്ടോ. അത്രയും നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള നല്ലൊരു ബോഡി ബട്ടറാണിത്. ബോഡി ബട്ടർ ഞാൻ വേറൊരു ഇതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെ പൊട്ടിച്ചിട്ടില്ല. ഇതിന് വ്യത്യാസമുണ്ട്. ഇത് നേക്കഡ് ആൻഡ് റിച്ച് ചോക്കോ ബോഡി ബട്ടറാണ്. ഇത് വന്നിട്ട് കോഫി ബോഡി ബട്ടർ വിത്ത് ബെറീസ്. ഇതിന് ഈ സ്മെല്ല് എന്താണെന്ന് എനിക്കറിയത്തില്ല, പൊട്ടിച്ചിട്ടില്ല. ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്. അതേപോലെ ബോഡി സ്ക്രബ് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഞാൻ എടുത്തെടുത്തത് പോയേക്കുന്ന കേട്ടോ. ഇതണ്ട ഇങ്ങനെ വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക, വെള്ളം കൂടി ഒഴിക്കുമ്പോഴത്തേക്കും നല്ല ഇതാവും, അങ്ങനെ സ്ക്രബാവും. നല്ല ഈ കൈമുട്ട് അതേപോലെ കാൽമുട്ട് ഇതൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ശരിക്കും ഹോം റെമഡീസിൽ കോഫി സ്ക്രബ് യൂസ് ചെയ്യാറില്ലേ, അതേമാതിരി തന്നെ. പക്ഷെ കുറച്ചും കൂടി സ്മെല്ലുണ്ടാവും. എന്താ പറയുക, കുറച്ചും കൂടി മോയ്സ്ചറൈസിങ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കോഫി യൂസ് ചെയ്തുമ്പോഴത്തേക്കും നമ്മൾ ഡ്രൈ ആയിപ്പോവും സ്കിന്ന്. പിന്നെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. പക്ഷെ ഇത് അത്രയും നമുക്ക് ഡ്രൈ ആക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ചെറിയൊരു സാമ്പിളും കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് ബോഡി സ്ക്രബിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഇത് രണ്ടാണ്, കോഫി സ്ക്രബും ബോഡി ബട്ടറും. കോഫി ബോഡി സ്ക്രബും
ബോഡി ബട്ടർ. ഇത് രണ്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ. നമുക്ക് ഏതെങ്കിലും ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു നമുക്ക് അതുപോലെ വേറെ പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അധികം പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ബോഡി ക്രീംസാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ അടുത്ത പ്രോഡക്റ്റ് ബോഡി സ്ക്രബും ബോഡി ബട്ടറും ബോഡി ലോഷൻ എൻ്റെ തീർന്നു പോയി. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ പുതിയ 2 പ്രോഡക്റ്റാണ് എം കഫേൻ്റെ ഷിമ്മർ ബോഡി സ്ക്രബും ഷിമ്മർ ബോഡി ബട്ടർ. ഇതിലൊരു ഷിമ്മറും കൂടി ഉണ്ട്. നമുക്കൊരു കളറ് കാണാൻ പറ്റും ഇതിൽ നമ്മുടെ സ്കിന്നിന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആക്ച്വലി ഞാനത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ, പൊട്ടിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടാവും. അതുണ്ടോ ഷിമ്മറി ഷെയ്ഡ് സ്ക്രബായിട്ടത്. ഇങ്ങനെ സ്ക്രബ് പോലെ. സ്ക്രബാ. പിന്നെ ഇതാണ് എൻ്റെ ബോഡി ബട്ടർ. ബോഡി ബട്ടർ കുറച്ചും കൂടി ഷിമ്മറിയാണ്. സ്മെല്ല് വന്നിട്ട് ഏകദേശം കുറച്ചും കൂടി കഫിനേറ്റഡ് സ്മെല്ലല്ല, കുറച്ചും കൂടി ഒരു ഇതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഷിമ്മർ റേഞ്ച് കൊക്കോ എം കഫേൻ്റെ ബോഡി ബട്ടറും ബോഡി സ്ക്രബും. ഈ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. കോഫി സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എന്നാലും അത്ര അഡിക്റ്റഡ് കോഫി അല്ല, എന്നാലും നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സെറ്റ്. ഇനി എനിക്ക് ഇതിൻ്റെ ഒപ്പം കുറച്ച് പൗച്ചൊക്കെ കിട്ടിയായിരുന്നു. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം എനിക്ക് 3 പൗച്ച് കിട്ടിയായിരുന്നു, 4 പൗച്ച് കിട്ടിയായിരുന്നു. ഈ ബോഡി ബട്ടറും ബോഡി സ്ക്രബും ഷിമ്മറൊക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഇതിന് നെക്സ്റ്റ് വന്നിട്ട് ഒരു കുഞ്ഞ് മിനി ട്രാവലിംഗ് ബാക്കാണ്. ബോഡി സ്ക്രബും ബോഡി ബട്ടറും ഷിമ്മർ വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ്. ഈ ഹെയർ മാസ്ക് വിത്ത് ആൻറ്റി ഹെയർ ഫോൾ പ്രോട്ടീൻ ട്രയോ ആണ്. ഓൾ ഹെയർ ടൈപ്സിനുള്ളതാണ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്തു. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഷാമ്പൂ ഒക്കെ ചെയ്യുന്ന ദിവസം ഹെയറിൽ ട്വൈസ് ഇൻ എ വീക്കാണ് പറയുന്നത്. പക്ഷെ ഞാൻ ആഴ്ചയിൽ 1 പ്രാവശ്യം യൂസ് ചെയ്യുന്നു. നന്നായിട്ട് എന്താ പറയുക, നല്ല മോയ്സ്ചറൈസിങ് ആയാലും ഡ്രൈ ആകത്തില്ല. അടിപൊളി സാധനമാണ് ഈ ഹെയർ മാസ്ക്. ഞാനിപ്പോൾ കുറേ നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ലതാണ്. കളറൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടി പൊട്ടിപ്പോയി ഡ്രൈ ആയി പോകണ പോലെ ഒന്നും തോന്നത്തില്ല. അടിപൊളി ഹെയർ മാസ്കാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് ഗ്ലിസറിൻ ഉണ്ട്, അതുപോലെ തന്നെ കോഫി കഫൈനേറ്റഡ് ആണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഇതാണ്. നമ്മുടെ ഹെയറിന് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് നിർത്തും കേട്ടോ. ഞാൻ യൂസ് ചെയ്ത ഹെയർ മാസ്കിൽ അടിപൊളി ഹെയർ മാസ്ക് എം കഫേൻ്റെ ആണ്. പിന്നെ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഈ അണ്ടർ ഐ പാച്ചസ് ആണ്. അണ്ടർ ഐ പാച്ചസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജൽ അണ്ടർ ഐ പാച്ചസ് ആണ്. ഇത് എന്താ പറയുക, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഓരോ ഇപ്പോൾ ചൂടായാലും ഇങ്ങനെ ഏതാട്ടോ. ഇത് ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ അപ്ലൈ ചെയ്യാം. അത് ആവശ്യമുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ നേരത്തെ അപ്ലൈ ചെയ്യുന്നത് നല്ലതുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ ഇവിടെ വരുന്ന ഡാർക്ക് പാച്ചസ് ഒക്കെ മാറ്റാൻ പറ്റും. അടിപൊളി പ്രോഡക്റ്റാണ് എം കഫൈൻ്റെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവർക്ക് ഈ പാച്ചസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലാതെ തന്നെ നമ്മുടെ കോഫി തന്നെ എടുത്ത് കുറച്ച് ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കേർഡ് മിക്സ് ചെയ്തിട്ട്
കണ്ണിൻ്റെ ഇവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്തായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയണം. ഡ്രൈ ഒന്നും ഇങ്ങനെ ഡ്രാഗൊന്നും ചെയ്യരുത്. കോഫിയും അതേപോലെ കേർഡ് അല്ലെങ്കിൽ തേനോ ഇത് മിക്സ് ചെയ്ത് അണ്ടർ ഡാർക്ക്നെസ്സും അതേപോലെ ഐയിൽ വരുന്ന ഡാർക്ക്നെസ്സൊക്കെ നമുക്ക് നന്നായിട്ട് മാറ്റാൻ പറ്റും. കോഫി അതാണ് ഇവർ കൂടുതലും ഇതിൽ ക്ലെയിം ചെയ്യുന്നത്. ഈ എം കഫൈൻ്റെ ബ്രാൻഡുകാർ ക്ലെയിം ചെയ്യണത് ഇതാണ്. കഫൈൻ നല്ല എന്താ പറയുക, സൺ ടാൻ മാറാനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ അടിപൊളി ഒരു പ്രോഡക്റ്റ് ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, സൺസ്ക്രീൻ. അത് മാത്രമേ വാങ്ങിച്ചിട്ടില്ല. പിന്നെ വന്നിട്ട് അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയ 2 ഫേസ് വാഷാണ്. എം കഫൈൻ്റെ തന്നെ ഫേസ് വാഷ്. ഇത് ഞാൻ ഇതുവരെ ഇതിൻ്റെ മാസ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ആഷ് കളറായിരുന്നു മാസ്ക്. ഫേസ് വാഷും ഫേസ് സ്ക്രബും ആണത് യൂസ് ചെയ്തിട്ട് കേട്ടോ. ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഇത് കൊണ്ടുപോയ അത്യാവശ്യം ഫേസ് വാഷൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇത് ഗ്രീൻ ടീ മോയ്സ്ചറൈസറും ഫേസ് വാഷിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് നോക്കിയൊക്കെ കാണുവേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നൈറ്റൊക്കെ പോകുമ്പോൾ മുഖമൊക്കെ വാഷ് ചെയ്യാൻ കൊണ്ടുപോകാം. ഓക്കെ, വീഡിയോ ജസ്റ്റ് കട്ടായി പോയിട്ടുണ്ട്. ഒരാൾ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ ലിപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലിപ്പ് ഓയിൽ, ലിപ്പ് പോളിഷിങ് ഓയിൽ എന്ന് പറയും. എം കഫൈൻ തന്നെയാണ് ഇതിൻ്റെ ഐറ്റം കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ലിപ്പ് പോളിഷ് ചെയ്യാം. ഇത് വെച്ച് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പോളിഷ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ലിപ്പ് സ്ക്രബ്. ഇതൊരു ഇച്ചിരി എടുത്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും തൊടരുത് കേട്ടോ. ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അധികം വാട്ടർ ഇപ്പോൾ യൂസ് ചെയ്യരുത്. എൻ്റെ കയ്യിലൊന്നുമില്ല, ക്ലോത്തൊന്നുമില്ല, പിന്നെ ഉടുപ്പി തൂക്കേണ്ടി വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ് ബാമാണ്. പിന്നെ കോഫി മാസ്ക് ഇങ്ങനെ ഇരിക്കണം. കുറേ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ എം കഫേ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. സൂപ്പർ സാധനമാണ്. എല്ലാവരും വാങ്ങിക്കുക. എൻ്റെ വീഡിയോക്ക് കമൻ്റ് ഇടാം. എം കഫേ അടിപൊളിയാണെങ്കിൽ കമൻ്റ് ഇടാം. എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് ബാത്ത് എസെൻഷ്യൽ. അതേപോലെ തന്നെ ഈ ലിപ് ട്രയോ പാക്കും സൂപ്പറാണ്. ലിപ് പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ നല്ലതാണ്. അതേപോലെ ബോഡി ബാത്ത് എസെൻഷ്യൽ അടിപൊളി സാധനം. നമുക്ക് വേറെ പെർഫ്യൂമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതാണ് എം കഫൈൻ. അടിപൊളിയാണ്. വാങ്ങിക്കുക. ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കുക കേട്ടോ. ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ